കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പരിമളത്തിന്റെ മൃതദേഹവുമായി ചിന്നക്കനാൽ പന്നിയാർ എസ്റ്റേറ്റിൽ തൊഴിലാളികൾ നടത്തിയ പ്രതിഷേധം അവസാനിപ്പിച്ചു. തൊഴിലാളികളുടെ ആവശ്യങ്ങൾ എസ്റ്റേറ്റ് മാനേജ്മെന്റ് അംഗീകരിച്ചു. കൊല്ലപ്പെട്ട പരിമളത്തിന്റെ കുടുംബത്തിനായുള്ള നഷ്ടപരിഹാര തുകയും ഇൻഷുറൻസും ലഭ്യമാക്കാൻ നടപടികൾ വേഗത്തിലാക്കുന്നതടക്കമുള്ള ഉറപ്പിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. പ്രിൻസ് ജെയിംസ് ചേരുന്നു വിവരങ്ങളുമായി. പ്രിൻസ്, എപ്പോഴാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്? എന്തൊക്കെ ഉറപ്പുകളാണ് നൽകിയിരിക്കുന്നത് ഇവർക്ക്? ഏതാനും മണിക്കൂറുകൾ മുൻപാണ്, ഏതാനും നിമിഷങ്ങൾക്ക് മുൻപാണ് ഈ തൊഴിലാളികൾ നടത്തിയിരുന്ന സമരം അവസാനിപ്പിച്ചത്. കഴിഞ്ഞ ദിവസമാണ്, ഇന്നലെയാണ് തൊഴിലാളിയായിരുന്ന പരിമളം കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. സംഭവം അപകടമുണ്ടായ ഉടനെ തന്നെ തേനിയിലെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല. ഇടുക്കിയിൽ തന്നെ ഏറ്റവും അധികം കാട്ടാന ആക്രമണം ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ് ചിന്നക്കനാൽ സാന്തൻപാറ പഞ്ചായത്തുകൾ. ഈ മേഖലയിൽ ഏറ്റവും അധികം കാട്ടാന ആക്രമണം ഉണ്ടായിട്ടുള്ളത് പന്നിയാർ എസ്റ്റേറ്റ് മേഖലയിലാണ്. അരിക്കൊമ്പൻ അടക്കമുള്ള കാട്ടാനകൾ നിരന്തരം ഈ എസ്റ്റേറ്റിൽ എത്തിയിരുന്നു. ഇതേ തുടർന്ന് മുൻപും നിരവധി തവണ ഈ ആക്രമണം ഉണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് ഇന്ന് തൊഴിലാളികൾ മരണപ്പെട്ട സ്ത്രീയുടെ മൃതദേഹവുമായി എസ്റ്റേറ്റിൽ പ്രതിഷേധ സമരം നടത്തിയത്. തൊഴിലാളികൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. ഈ ആവശ്യങ്ങളെല്ലാം മാനേജ്മെന്റ് അംഗീകരിച്ചിട്ടുണ്ട്. മരണപ്പെട്ട പരിമളത്തിന് അർഹമായ നഷ്ടപരിഹാരം ഏറ്റവും വേഗത്തിൽ നൽകുമെന്നാണ് എസ്റ്റേറ്റ് മാനേജ്മെന്റ് അറിയിച്ചിരിക്കുന്നത്. കമ്പനിയുടെ നിയമപ്രകാരമുള്ള നഷ്ടപരിഹാരം വേഗത്തിൽ ലഭ്യമാകും. ഒപ്പം ഇൻഷുറൻസ് ലഭിക്കുന്നതിനുള്ള നടപടികളും വേഗത്തിലാക്കും. ഒപ്പം ഇവർ ആവശ്യപ്പെടുന്ന ഒരു പ്രധാന കാര്യം ഈ കുടുംബത്തിന് അർഹമായ ആശ്രയ നിയമനം നൽകണമെന്നതായിരുന്നു. ഈ പരിമളത്തിന്റെ മകൾ ഒരു നഴ്സിംഗ് വിദ്യാർത്ഥിയാണ്. ഈ പെൺകുട്ടിയുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസൃതമായ ഒരു ജോലി ഉറപ്പ് നൽകിയിട്ടുണ്ട് എസ്റ്റേറ്റ് മാനേജ്മെന്റ്. ഒപ്പം ഈ തൊഴിലാളികൾ പലപ്പോഴും ആവശ്യപ്പെടുന്നത് രാവിലെ തൊഴിലിടങ്ങളിലേക്ക് എത്തുമ്പോൾ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാട്ടാനയെ നിരീക്ഷിക്കുന്നതിനായി വാച്ചർമാരെ നിയമിക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടിരുന്നു. അത്തരത്തിൽ 4 വാച്ചർമാരെ നിയമിക്കാൻ സ്റ്റേറ്റ് തയ്യാറായിട്ടുണ്ട്. ഇവരുടെ വാച്ചർമാരുടെ നിർദ്ദേശങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ മാത്രം ഈ മുതൽ തൊഴിലിടങ്ങളിലേക്ക് ഇറങ്ങാൻ മതിയാവും. ഒപ്പം അവരുടെ ആംബുലൻസ് സൗകര്യങ്ങളും കൂടുതൽ മെച്ചപ്പെടുത്തുമെന്നും മാനേജ്മെന്റ് അറിയിച്ചിട്ടുണ്ട്. ശരി.